ശരിക്കും വോട്ട് ചെയ്തല്ലോ അല്ലേ? വോട്ട് ചെയ്തു, കള്ളവോട്ടും ചെയ്തു. ബെസ്റ്റ് പെയർ അവാർഡ് എനിക്ക് മായക്കും കൂടാതെ അത് കിട്ടി. അൽസാജി വെച്ചായിരുന്നു. ഹണി റോസ് ആയിരുന്നു സമ്മാനദാനം. നമ്മൾ കള്ളം പറയും ഒരു പക്ഷേ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വേറൊരാളെയാണ്. അല്ല, ശരിക്കും അവരവരെ തന്നെയാണ് സ്നേഹിക്കുന്നത്. മധുമൊഴിരാധേ നിന്നെ ത്യാടി അലയുകയാണൊരു മാധവജൻ നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു വേഷം വന്നിട്ടില്ല. അതൊരു പക്ഷേ ഇനി വരുമായിരിക്കാം. ഇപ്പം ചെയ്ത 1-2 സിനിമകളിൽ ഒരു പക്ഷേ ശ്രദ്ധിക്കപ്പെടുന്ന വേഷം. അപ്പം അത് ചിലപ്പം പല കാരണങ്ങൾ കൊണ്ട് ഇല്ലാതാകാം, പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ല, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? വോട്ട് ചെയ്തു, കുഴപ്പമില്ല. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മൊത്തത്തിൽ എങ്ങനെയാണ്? രാഷ്ട്രീയമൊക്കെ സംസാരിക്കാറുണ്ടോ വീട്ടിലൊക്കെ? ഇവിടെ ബാം ചെയ്തിട്ടുണ്ടോ? അല്ല, ചോദിച്ചതാ. വീട്ടിൽ രാഷ്ട്രീയം പറയാറുണ്ടോ? പുറത്ത് ഇവിടെ രാഷ്ട്രീയം പറയാമോ? ഇവിടെ രാഷ്ട്രീയം നിരോധിച്ചിട്ടില്ലല്ലോ. അല്ല, ശരിക്കും വോട്ട് ചെയ്തല്ലോ അല്ലേ? വോട്ട് ചെയ്തു, കള്ളവോട്ടും ചെയ്തു. കള്ളവോട്ടോ? മനസ്സിലായില്ല. ഞങ്ങളിപ്പോൾ ഒരു സ്കിറ്റ് ചെയ്തു, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സ്കിറ്റ്. അതിനകത്ത് കള്ളവോട്ട് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആയിട്ടാണ് ഞാൻ. ഓ, അത് ശരി. ഞാൻ അതെടുത്ത് ഇതിനകത്ത് കള്ളവോട്ട് ചെയ്തെന്ന് പറഞ്ഞ് ഇട്ടുകളല്ലേ. കള്ളവോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, അറിയാമല്ലോ. അത് അതിൻ്റെ ത്രെഡ് അതാണ്. കള്ളവോട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു ബോധവൽക്കരണം പോലാണത്. ഒരു മെസ്സേജ് കൊടുക്കുന്നതാണ്. എല്ലാവരും വോട്ട് ചെയ്യണമെന്നും കള്ളവോട്ട് ചെയ്യരുതെന്നും നോട്ടയെക്കുറിച്ചൊക്കെ ഉള്ള ഒരു സംഭവമാണ് അത് ചെയ്തേക്കുന്നത്. അല്ലാതെ കള്ളവോട്ട് ചെയ്തെന്ന് വോട്ട് ചെയ്തു, നമ്മുടെ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്തു, ജയിക്കുന്ന പാർട്ടിക്ക്. അത് തന്നെ വളരെ വളരെ ഡിപ്ലോമാറ്റിക് ആണ്. എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. ഏറ്റവും അവസാനം പറഞ്ഞാൽ ശരിയാ, എന്തിനാണ് വെറുതെ മറ്റുള്ളവരെ കൊണ്ട് അതൊന്നും പറയിക്കണ്ടല്ലോ. മര്യാദയ്ക്ക് നമ്മൾ ജയിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു, പോരുന്നു, അത്രേ ഉള്ളൂ. ജഗദീഷ് ചേട്ടൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടോ? കലാകാരന്മാർക്ക് പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയത്തിന്റെ ആവശ്യമില്ല, രാഷ്ട്രീയം പറയേണ്ട കാര്യം. അതുകൊണ്ട് പുള്ളിക്ക് ഇപ്പം പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയമില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് വർക്കുകളും കാര്യങ്ങളും കൊണ്ട് സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റുന്നു, തിരക്കുകളില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കും. അപ്പോൾ അതുപോലെ അതിനെ ഫോളോ ചെയ്യുന്നു. ഇനിയിപ്പം സിനിമകളിലേക്ക് ഇനിയിപ്പം സ്ഥിരം ഒരു എന്താ പറയുക സജീവമാകുക എന്നുള്ളതല്ലേ? 2 ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നുണ്ട് 6:30 ഷോ. ഏത് സിനിമയ്ക്ക് പോകുന്നതല്ലേ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സിനിമകളിൽ ഇനി സജീവമാകാൻ ഉള്ള ഒരു തയ്യാറെടുപ്പൊക്കെ ആയില്ലേ എന്നാണ് എന്റെ തയ്യാറെടുപ്പ്. ആരെങ്കിലും വിളിച്ചാൽ പോവല്ല, തയ്യാറെടുപ്പ് തോന്നുന്നു. എന്നാലും നമ്മൾ സിനിമ ഈ വേഷത്തിൽ ഇപ്പൊ പോവുക. നമ്മള് സിനിമാടനൊക്കെ ആണ് എന്ന് പറയുമ്പോൾ ഒരു കിട്ടുന്ന സിനിമാടനൊന്നും ആയില്ലെന്ന്. വെറുതെ 1-2 സിനിമകൾ. ഞാൻ ഒരു 12 സിനിമയിൽ അഭിനയിച്ചു. അല്ല, നമുക്ക് നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു വേഷം വന്നിട്ടില്ല. അതൊരു പക്ഷേ ഇനി വരുമായിരിക്കാം. ഇപ്പം ചെയ്ത 1-2 സിനിമകളിൽ ഒരു പക്ഷേ ശ്രദ്ധിക്കപ്പെടുന്ന വേഷം. അപ്പം അത് ചിലപ്പം പല കാരണങ്ങൾ കൊണ്ട് ഇല്ലാതാകാം, പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ലക്കുണ്ടല്ലേ? അതാ ഈ കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും ഉണ്ട്. മനുഷ്യന് ഭാഗ്യം, എല്ലാ ഫീൽഡിലും ഭാഗ്യം വേണം. കഴിവ് മാത്രമല്ല, അതിനുള്ള സമയവും സന്ദർഭവും സാഹചര്യവും ഒത്തു വരുമ്പോഴാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അതെ, അത് ഓരോരുത്തരും ഓരോ രീതിയിൽ കാണുന്നു. ദൈവികമായി കാണുന്നു, ആത്മീയമായി കാണുന്നു, പ്രായോഗികമായി കാണുന്നു. അപ്പോൾ അത് ഏതാണോ, ഏതായാലും ഒറ്റ വാക്കാണല്ലോ ഭാഗ്യം. ഭാഗ്യം എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു സ്കിറ്റുകളൊക്കെ ഒരുപാട് ഇപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നൊക്കെ പിന്നെ പുറത്തൊക്കെ ഇറങ്ങി കഴിയുമ്പോഴേ ഇങ്ങനെ എന്താ സ്കിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ക്യാരക്ടർ പോകുന്നു എന്നുള്ള ലെവലിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും അങ്ങനെ കുറച്ച് പേരൊക്കെ നമ്മൾ ഒരു 10 പേരുണ്ടെങ്കിൽ 2 പേരെങ്കിലും തിരിച്ചറിയുന്ന ഒരു ഇതുണ്ടാകുന്നതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ നമ്മളെ അങ്ങനെ 1-2 പേര്, അങ്ങനെ കുറച്ച് പേരൊക്കെ അറിയും. എല്ലാവരും ഒന്നും അറിയണമെന്നില്ല. എന്നാലും ഞാനിപ്പം ഒരു സർജറിയുടെ ഒരു കാല് സർജറിക്ക് ആക്സിഡന്റ് പറ്റി മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോൾ കുറേ ആൾക്കാർ വന്ന് വളരെ സ്നേഹപൂർവ്വം. അപ്പോൾ അതൊരു ഭയങ്കര നമുക്കൊരു ടച്ചിങ്ങായിട്ട് തന്നെ അയ്യോ എന്നൊക്കെ പറഞ്ഞവർ വന്നിട്ട് സാരമില്ല മക്കളെ, അത് പെട്ടെന്ന് ശരിയാവും, നിങ്ങൾക്കൊക്കെ അങ്ങനെ വരരുത് എന്നൊക്കെ അവർ ഹൃദയം കൊണ്ടാണ് സംസാരിക്കുന്നത്. എല്ലാം അവിടെ സാധാരണക്കാരല്ലേ, അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരൊക്കെയാണ്. അവരൊക്കെ വന്ന് വളരെ സ്നേഹവും ഇങ്ങനെ അതൊരു വല്ലാത്ത നമുക്കത് പറഞ്ഞറിയാം. അതിനൊരു എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യ. അവരുടെ വാക്കുകൾക്ക് ഭയങ്കര ഹൃദ്യമാണ്.
ഭയങ്കര അത് ചില ഭയങ്കര അല്ലേ നമ്മളോട് തോന്നുന്ന ഒരു സ്നേഹം ആ ഒരു വാത്സല്യം എന്നൊക്കെ ഒരമ്മച്ചി എന്നും രാവിലെ വരും, അപ്പുറത്ത് കിടക്കുന്നതാണ് അവരുടെ മകന് അവർ വലിയ ഇഷ്ടമായിരുന്നു. അവരുടെ മകന് നമ്മുടെ സ്കിറ്റുകളൊക്കെ വലിയ ഇഷ്ടമുണ്ട്. അത് ആ മകന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, കമ്പിയൊക്കെ ഇട്ട് കിടക്കുക. മകന് പറയാനുള്ളതൊക്കെ അമ്മ ഇവിടെ വന്ന് പറയും. അമ്മയുടെ സ്നേഹവും കൂടെ ചാലിച്ച് പറയുമ്പോൾ ആ വാക്കുകൾക്ക് ഭയങ്കര മധുരതരമാണ്. അതായത് അവർ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇവിടെ വരിക എൻ്റെ ഭാര്യയോടും മക്കളോടൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് ഇത്രയും പെട്ടെന്ന് അവരുടെ വാക്കുകളിൽ നമുക്ക് നാളെ സുഖമാവും എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് പറയാം അവരെങ്ങനെ പറയുന്നു, ആ വാക്കുകളില്ല, വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന ആ ഹൃദ്യതയാണ്. അത് വല്ലാത്ത ഫീൽ. അത് ഇതിൻ്റെ പശ്ചാത്തലമല്ലേ, ഇതിൽ നിന്ന് നമ്മളെ തിരിച്ചറിയുന്നതിൻ്റെ അത് വല്ലാത്തൊരു. പിന്നെ ഗൾഫ് പ്രോഗ്രാമിൽ പോകുമ്പോൾ നമുക്ക് കൂടുതൽ ഇവിടെ കാണുന്നിടങ്ങില്ല. ഇപ്പം നമുക്കൊരു 5 പേര് നമ്മൾ പുറത്തറിയുന്നെങ്കിൽ തിരിച്ചറിയെങ്കിൽ അതിലെല്ലാവരും നമ്മളോട് സംസാരിക്കണമെന്നില്ല. അത് നമ്മുടെ ഒരു പൊതുബോധം ഉണ്ടല്ലോ, എല്ലാവരും പ്രശ്നമുണ്ട് ഉണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അങ്ങനെയല്ല. നമ്മളെ തിരിച്ചറിയുന്നവരും നമ്മളെ വളരെ അടുത്ത് വന്ന് നമ്മളോട് കൈപിടിച്ച് സംസാരിക്കാൻ അവർ തയ്യാറാകും. അത് 10 പേര് വരുന്നത് 10 പേരും വരും. ഇവിടെ അങ്ങനെയല്ലോ, ആ വ്യത്യാസം അവിടെ. ഇവിടെ പക്ഷെ പലർക്ക് അല്ല, അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നു, ഇവിടെ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത്. അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരാളെ അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് നടന്നു പോവുകയാണെങ്കിൽ നമുക്കൊരു സങ്കോചമുണ്ട്. എല്ലാ മലയാളികൾക്കുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് കണ്ട് സംസാരിക്കാൻ ഇപ്പം എനിക്ക് തോന്നുന്നു മണിക്കൂർ പല കാരണങ്ങൾ കൊണ്ടാകും. ഞാനും ഇപ്പോൾ പല ആർട്ടിസ്റ്റുകളെ കാണുമ്പോഴേ എനിക്ക് അങ്ങോട്ട് പോയി സംസാരിക്കണമെന്ന്. അതെ. പക്ഷേ അവർ നമ്മളെ ഉൾക്കൊള്ളുമോ, അല്ലെങ്കിൽ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ടിരിക്കുകയാണോ എന്നൊക്കെ അങ്ങനെയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു തിക്താനുഭവം ഏതെങ്കിലും ഒരു സീനിയർ ഒരാളെ നമ്മൾ കാണാൻ ചെന്ന് കണ്ടു കഴിയുമ്പം പെട്ടെന്ന് നമുക്ക് ഹിതകരമല്ലാത്ത എന്താ സംഭവം, അത് നമുക്ക് ഹർട്ട് ചെയ്യുന്ന എന്തെങ്കിലും അങ്ങനെ ആരും ചെയ്യാറില്ലെന്ന്. അങ്ങനെ ആരും ചെയ്യുന്നതല്ല. അവരൊക്കെ ഓരോ ദിലീപായിട്ടും പറഞ്ഞിട്ടില്ലേ, പുള്ളി ഇങ്ങനെ അവസരം ചോദിക്കാൻ വേണ്ടി കൊച്ചിൻ കനിഫയെടുക്കുക ഒരു ദിവസം രാത്രിയിൽ. അപ്പോൾ പുള്ളിയെ നേരത്തെ അറിയാം. പുള്ളിയുടെ അടുത്തുള്ള ആരോ കൂടെ പ്രോഗ്രാമിനൊക്കെ പോകുന്ന ഇവരെല്ലാം ഒരുമിച്ച് പ്രോഗ്രാം. അപ്പോൾ കൊച്ചാപ്പയെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഞാൻ ഒരു ദിവസം അങ്ങനെ പറഞ്ഞു വെച്ചിരുന്നതാണ്. പക്ഷേ ഒരു ദിവസം ഉണ്ട് രാത്രി ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ റെയിൽവേ ക്രോസിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ റെയിൽവേ ട്രാക്കിൽ ട്രെയിനില്ലാത്ത സമയത്ത് സ്കേറ്റും വലിച്ച് അദ്ദേഹം അങ്ങോട്ട് ഇങ്ങോട്ടും ക്രോസിൽ നടക്കുന്നത് രാത്രി. അപ്പോൾ ഇടയ്ക്ക് ഇടിച്ചു കയറി അവിടെ ചെന്നിട്ട് പുള്ളിയുടെ കൂടാണ് ഞാൻ ദിലീപാണ്. അപ്പോഴവിടെ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ അപ്പോഴൊക്കെ പുള്ളി മൂളി കെട്ടിക്കൊണ്ടിരുന്നു. ആ 2-3 പ്രാവശ്യം അങ്ങനെ പുള്ളിയുടെ പുറകെ നടന്നിങ്ങനെ പറഞ്ഞു. പിറ്റേന്ന് തിരിച്ചു പോരുന്നു. വീണ്ടും പിറ്റേന്ന് പത്രം കണ്ടപ്പോഴാണ് പുള്ളിയുടെ വാപ്പിച്ച് മരിച്ചുപോയി. അദ്ദേഹം ആ ടെൻഷനിൽ ആരും അറിയാതെ അവിടെ അങ്ങോട്ട് ചെന്ന് ഇരുട്ടുന്ന സേറ്റ് വലിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ വേഷം ചെന്ന്. അപ്പോൾ ഒരാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയാതായിരിക്കും വേറൊരാൾ ചെന്ന്, അത് ഈ ആൾക്ക് അറിയണമെന്നില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകും ഇവിടെ. ഇപ്പോൾ നമ്മൾ അവിടെ ചെന്ന് വലിയ കാര്യമായിട്ട് പരിചയപ്പെടാൻ ചെല്ലുമ്പം അവർക്ക് പറ്റാത്തതിൻ്റെ കാരണം അവർക്ക് വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, നമ്മളത് അറിയുന്നില്ല. പക്ഷെ നമ്മൾ ജാടയായിരിക്കും, അതായിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഈ ഒരു സഭാകമ്പം എനിക്കുണ്ട്. പലരോടും അങ്ങോട്ട് ചെന്ന് ചോദിക്കുമ്പോൾ നമ്മളെക്കാൾ വലിയ ആൾക്കാരല്ലേ ചെന്ന് അവരെന്ത് തോന്നും എന്ന് തോന്നിയിട്ടേ ഉള്ളൂ. അല്ല, നമ്മളോട് അങ്ങനെ ആരും ബിഹേവ് ചെയ്തിട്ടില്ല, അങ്ങനൊന്നും ആയിരിക്കത്തില്ല. ഏറ്റവും വലിയ സപ്പോർട്ട് ഒറ്റ പേരെ പറയാനുള്ളത് എനിക്കറിയാം. ഏറ്റവും വലിയ സപ്പോർട്ട് പറ, നിങ്ങൾ പറ. ചേച്ചി തന്നെ. അല്ല, ഞാനാ. ഇത് ബൗള് കളിയാ. ഞാൻ തന്നെയാണോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാ? അത് സെൽഫാണ്. ഇപ്പൊ എന്റെ ആൻസറുമായിട്ട് അത് നമുക്കിപ്പോ ഓക്കെ, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നു. ഇനി രണ്ടാമത് പറ. പിന്നെ രണ്ടാമത് ആരെയാണ് ഏറ്റവും? അല്ല, എന്നോട് ചോദിക്കുക. അത് നമ്മളെ കൊടുക്കുന്നൊരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെ? അവരവരെ തന്നെയാണ്. നമ്മൾ കള്ളം പറയും ഒരു പക്ഷേ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വേറൊരാളെയാണ്. അല്ല, ശരിക്കും അവരവരെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല. നമ്മൾ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ എൻ്റെ ഭാര്യ തന്നെയാണ്. അതെ അതെ, അതെന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രണയം ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അല്ല, നമ്മുടെ ബാക്ക് ബോൺ എന്നൊക്കെ ഓരോരുത്തർ പറയുന്ന സ്ഥിരം ക്ലീശ വാക്കുകൾ തന്നെയാണ് പറയാനുള്ളത്. എല്ലാ പുരുഷന്റെയും ഉന്നതിക്ക് പിന്നിലൊരു അതെ പറയുന്ന പോലെ
അതിന് എനിക്ക് ഉന്നതിയൊന്നും ഉണ്ടായില്ലല്ലോ. അല്ലേ, എന്നാലും ഉന്നതി ഉണ്ടായില്ല. ഇപ്പം എന്നെ ആർക്കും അറിയില്ല, ഞാനെന്ന് പറയുന്ന ഒരാളിനെ. ഇപ്പം ഒരു പൊതുധാരയിലെങ്കിലും വന്ന് സജീവമായി ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ആരോടെങ്കിലും 10 ഡയലോഗ് അടിച്ച് മാത്രമാണ് എന്നെ ആൾക്കാർ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവുക. പക്ഷെ അതേസമയം അങ്ങനെയല്ല. ഇപ്പം ഞാൻ ഇത് ഒരു സ്ഥലത്തു നിന്ന് ഇവിടം വരെ ഓടിപ്പിടിച്ച് ഏകദേശം 100 കിലോമീറ്ററോളം ഓടി ഇവിടെ നിന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാണുകയും നമ്മൾ കുറച്ച് സമയം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് മണിക്കുട്ടൻ ചവറ എന്ന് പറയുന്നൊരു കലാകാരന്റെ വലിപ്പം തന്നെയാണ്. ഇത് പറയുക കേൾക്കുമ്പോ ഒരു കുളിരല്ലേ, ഒരു കുളിര്. അതന്നെ, ആരാ ഇത് ഇഷ്ടപ്പെടാത്ത അവരോരോ ഇങ്ങനെ സത്യമായി നമ്മൾ ഒരാളെ പ്രൈസ് ചെയ്ത് കേൾക്കാതെ ഭയങ്കര സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം തന്നെ അവർ വിളിച്ചോണ്ടിരുത്തി കുറേ മൈക്കിനകത്തോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ സാർ അത്രയൊന്നുമില്ല ഇങ്ങനെ പറയുമെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടെ പോരട്ടെ. എന്നിട്ട് എവിടെയെങ്കിലും ഒരു കാര്യം വിട്ടുപോയി കഴിഞ്ഞാൽ അതുകൂടെ പറയാമായിരുന്നു അല്ലേ. ഒരു അവാർഡിനായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഞാൻ പിന്നെ ബെസ്റ്റ് പെയർ അവാർഡ് എനിക്ക് മായക്കും കൂടെ അത് കിട്ടി. ആൽസാജി വെച്ചായിരുന്നു. ഹണി റോസ് ആയിരുന്നു സമ്മാനദാനം. സമ്മാനമല്ല, മൊമെൻറ്റോ അതിൻ്റെ ഇത് തരുന്നത്. അപ്പോൾ ഈ നമ്മളെ ഇങ്ങനെ ക്ഷണിക്കുമ്പോൾ ഇൻട്രൊഡക്ഷൻ, അതിനുവേണ്ടി നമ്മുടെ ഒരു ഇതെല്ലാം കൂടെ ഒരു ബയോ ഒക്കെ എല്ലാം കൂടെ. അപ്പം നമ്മളെയും കൂടെ അപ്പോൾ അവിടെ ചെന്നിരുന്നിട്ട് നമ്മളിത് കാണിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട് ഇതും കൂടെ ഇൻസെർട്ട് ചെയ്യുക, അങ്ങനെ കുറേ. അപ്പം ഞങ്ങൾ കുറേ ക്ലിപ്പിങ്സുകളൊക്കെ കൊടുത്തു, അതെല്ലാം കൂടെ അപ്പോഴാണ് ലാപ്പിലിരുന്നവർ. അപ്പോൾ നമ്മളെക്കുറിച്ച് പറയേണ്ട കാര്യം നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിച്ച് അതിനകത്തിട്ട്. ഗൾഫിൽ ചെന്നപ്പോൾ എല്ലാവരും വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പിന്നെ സർജനുണ്ട്. ആയിരക്കണക്കിന് എന്തോ ഇത്ര സർജനൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന് എന്തോ ഒരു വലിയ അവാർഡായി കിട്ടിയ മനുഷ്യനാണ്. അത്രമാത്രം ഒരു റെസ്പെക്റ്റഡ് ഒരു പേഴ്സണാണ് അദ്ദേഹം അവിടുത്തെ ഒരു ഗസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കലാകാരന്മാരെന്ന നിലയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇവരെയൊക്കെ ആദരിക്കൽ ചടങ്ങാണ്. അതിനകത്ത് നമ്മളെ കലാകാരന്മാരെ അപ്പോൾ ഞാൻ കോട്ടയം നസീർ അങ്ങനെയൊക്കെ ഉണ്ടാകും. അതിനകത്ത് അവിടെ ചെന്നപ്പോൾ നമ്മളെങ്ങനെ ഇദ്ദേഹം കണ്ടു സൗഹൃദ ഇതായിട്ട് ഇങ്ങനെ ഇരുന്ന കൂട്ടത്തിൽ പുള്ളി ഇങ്ങനെ നമുക്ക് സ്റ്റേജിലൊക്കെ പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒഴിക്കുമല്ലോ ഇത് ചായയൊക്കെ. അപ്പോൾ എന്നെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഐഡൻറ്റിഫൈ. അപ്പോൾ നമ്മുടെ ഈ പ്രിമൊക്കെ ഇട്ട് ഇദ്ദേഹം കണ്ടു കഴിഞ്ഞു. നിങ്ങളെ കണ്ട് സന്തോഷമാണ്. അപ്പോൾ ഇദ്ദേഹത്തെ നമ്മുടെ മുമ്പിൽ, അദ്ദേഹത്തിന് മുമ്പ് നമുക്ക് ഇരിക്കാൻ പോലെ ഉള്ള ബുദ്ധിമുട്ടിലിരിക്കുക, അത്രയ്ക്ക് ബഹുമാനം അറിയിക്കുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. നിങ്ങളുടെ ഒരു ഒരു സ്കിറ്റുണ്ട് ഞാൻ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇത് മറ്റേ ഒരു സീരിയൽ ആക്ട്രസ് ഉണ്ടല്ലോ, അവരുടെ പേര് ബീന. അവരുടെ പിന്നെ മൂട്ടിലിങ്ങനെ തേങ്ങ എറിഞ്ഞ് പൊട്ടി. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി വളരെ ആത്മാർത്ഥമായിട്ട് അതിൻ്റെ ഇത് പറഞ്ഞ് നമ്മൾ സീരിയസ് ആയിട്ട് ഞാനിങ്ങനെ കൈയും കെട്ടിയൊക്കെ ഇരുന്നിട്ട് ഞാൻ ഒത്തിരിയും പേര് ഇരിക്കുകയില്ലേ ഇങ്ങനെ ഒരു 100-150 സ്കിറ്റ് ചെയ്യാൻ അതിനകത്ത് ചെയ്തു സാർ. അതിനകത്ത് സാറ് തിരഞ്ഞു പിടിച്ച് ഇത് മാത്രം കണ്ട് പുള്ളി ഭയങ്കര ഇൻസൾട്ടായി പോയി അദ്ദേഹത്തിന്. ബാക്കിയുള്ളവർ ഭയങ്കരമായിട്ട് ചിരിച്ചത്. അതുപോലെ ശരിയാണല്ലോ, മോശമായി. പക്ഷെ ആസ്വാദനത്തിന് അങ്ങൊരു അല്ല, ഈ മനുഷ്യനെ അത്രമാത്രം ബഹുമാനിക്കുന്നതാണ്. അല്ലെ വേറൊരാളാണെങ്കിലേ ഇപ്പം ഞാനത് വളരെ തമാശ പറയുന്ന ഒരാളായിരിക്കുന്നത് നമ്മൾ പറഞ്ഞെങ്കിൽ അത് ആരും മൈൻഡ് ചെയ്തില്ല. അതെ, ഇടയ്ക്ക് രണ്ടുപേരും എവിടെയോ വന്ന് സ്ലിപ്പ് ചെയ്ത് പോയല്ലോ. അയ്യോ, പാട്ട് പാടൂ? ഇല്ലില്ല, പാട്ട് പറയും. അല്ല, പറഞ്ഞാൽ പോരാ, ജസ്റ്റ് ഒരു രണ്ടുപേര്. ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു, അത് സ്കിറ്റിൽ ഒഴുകി വരുന്നുണ്ടല്ലേ. ഉള്ളിൽ സംഗീതം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഡാൻസ് പഠിക്കുന്നവരോട് എവിടെ പഠിക്കും സംഗീത കോളേജ്? അപ്പോൾ 2 പാട്ട് പാടാൻ പറയും. അങ്ങനെ പറഞ്ഞല്ല, സംഗീത കോളേജിൽ പഠനം. ഇതാണ് കുഴപ്പം. സംഗീത കോളേജിൽ ഞാൻ പഠിച്ചത് ഞാൻ ഇൻസ്ട്രുമെൻ്റാണ് പഠിച്ചത്. മൃദംഗമുണ്ട്, വയലിനുണ്ട്, ഡാൻസ് ഉണ്ട്. ഇപ്പോൾ ഡാൻസ് സംഗീത കോളേജ് ഡാൻസ് പഠിക്കുന്നത്, സംഗീത കോളേജ് പഠിച്ചതെന്ന് പറഞ്ഞാൽ ഡാൻസ് ആണെന്ന് അറിയത്തില്ല, പക്ഷേ നിങ്ങൾ 2 പാട്ട് പാടിയേ പറ്റും. അല്ല, ഈ മനസ്സിൽ സംഗീതം ഒളിപ്പിച്ചു വെക്കാൻ പറ്റത്തില്ലെന്നാണല്ലോ. മനസ്സിൽ സംഗീതം ഹൃദയത്തിൽ ഭാഗമായി ഒരുപാട്. ഹരിമുരളിയൊരു പിന്നെ തിരുവനന്തപുരംകാർ പാടുന്ന കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരംകാർ ഇറക്കിയിട്ടുള്ളതാണ്. എന്നാലും പോരട്ടെ. അല്ല, ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്ലാങ് അറിയാമല്ലോ. അങ്ങനെ മധുമൊഴിരാധേ
നിന്നേത്യാടി അലയുകയാണൊരു മാധവജൻ സരി ഗരി ഗമ സരി ഗരി ഗമ ഗമ പദ 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 നി സരി മഗരി സ നി സരി ഗ സ മഗരി സ നി സരി ഗ സ മഗരി സ നി സരി ഗ ഹരി മുരളീരവ. അതെ, ഇപ്പം ഒരുപാട് സ്കിറ്റുകൾ മായയും ഒരുമിച്ച് ചെയ്തു. ശരിക്കും മായയായിട്ട് ശരിക്കും ജീവിക്കുകയാണോ അതോ അഭിനയിക്കുകയാണോ അത്? അല്ല ഏട്ടാ, ഈ സ്കിറ്റുകളിൽ ഇത് പറഞ്ഞു കൊണ്ടുവന്ന് തള്ളി മറിച്ചതിനകത്തില്ലേ അങ്ങനല്ല, സ്കിറ്റുകളിൽ എങ്ങനെ ജീവിക്കുന്നത്, അഭിനയിക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല, അത് ശരിക്കും നമുക്ക് തോന്നുന്ന ആ ഒരു ഫീൽ അതുകൊണ്ടാണ്. എൻ്റെ എനിക്ക് മനസ്സിലായി. അവിടെ ഇരിക്കുന്ന എൻ്റെ ഭാര്യയൊക്കെ പിള്ളേരെയൊക്കെ. അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ആ ഒരു അഭിനയത്തിന്റെ ആ ഒരു സിങ്ക് കണ്ടിട്ട് അത് കെമിസ്ട്രി നമ്മളെ ഈ മാനസികമായി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇഷ്ടം തോന്നുന്നവർ തമ്മിൽ ഈ സ്കിറ്റുകൾ ചെയ്യുമ്പോഴേ അതിന് അതിൻ്റെതായ ഒരു വൈബ് ഉണ്ടാകും. അതെ, അതാണ് അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അത് എല്ലാ കാലത്തും ഞങ്ങൾ ചെയ്യുന്ന കോംബോ മാത്രമല്ല, പലരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉള്ളവർ, അത് പുരുഷനായാലും സ്ത്രീ ആയാലും ഒക്കെ പല ആൾക്കാർ ഇപ്പോൾ പല കോംബോകളും ഉണ്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ അവർ തമ്മിലുള്ള മാനസിക ഐക്യത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടി ആ കലാസൃഷ്ടിയിലുണ്ടാവും. സത്യൻ അയ്യോ അങ്ങോട്ട് ആ ഭാഗത്തോട്ടൊന്ന് അങ്ങനല്ല, അതാ ഫണ്ടമെന്റൽ ഫാക്റ്റാണത്. എന്താ മൂഡ് മാറ്റല്ലേ, കലിപ്പ് മൂടാണ്. അത് നമ്മളിങ്ങനെ കൊല്ലാൻ വേണ്ടി കഴുത്തിന് കെട്ടി പിടിക്കുമ്പോൾ ഈ മുടിയിൽ ഷാമ്പു തേച്ചേൻ്റെ, നമ്മളവിടെ ഷാമ്പു അല്ല അവിടെ ഉദ്ദേശിക്കുന്ന കാച്ചെണ്ണ അതിൻ്റെ ഒരു മണം ഇങ്ങനെ കിട്ടും. സാധാരണ ഈ മണം കിട്ടുന്ന എപ്പോഴാണ്? ഒരു ഭാര്യയായിട്ട് ജീവിക്കുമ്പോഴാണല്ലോ ഏറ്റവും അടുത്ത് ആണല്ലോ ആ മണം കിട്ടുക. അപ്പോൾ ഇവിടെ ശരിക്കും അവളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും പുള്ളിയുടെ ഈ മണം കിട്ടുമ്പോൾ ഇവിടെ മൂഡ് മാറുമെന്ന് പുള്ളിക്കൊരു സംശയം. അതുകൊണ്ടാണ് ഈശ്വര മുത്തപ്പ എൻ്റെ മൂഡ് മാറ്റില്ലേ, ഞാൻ കലിപ്പിൽ നിൽക്കാൻ എന്നെ മാറ്റി അങ്ങോട്ട് കൊണ്ടുപോകല്ലേ. ചേട്ടൻ്റെ ഓരോ സ്കിറ്റുകളും ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പലതും നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പെർഫോമൻസുകളാണ്. നമ്മളൊരു സ്കിറ്റ് പണ്ടൊക്കെ നമ്മൾ സ്കിറ്റ് കളിക്കുമ്പോൾ അതിനകത്തൊരു അഭിനയത്തിന്റെ ഒരു എലമെന്റ് ഒന്നും ഇല്ല. വെറുതെ ഒരു മൈക്കിന്റെ കൗണ്ടറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക എന്നുള്ളതല്ലാതെ അതിനകത്തൊരു അഭിനയത്തിന്റെ എലമെന്റുകൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെയാണ് വന്നു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടൻ്റെ സ്കിറ്റുകളിൽ ഒരു പക്ഷേ കണ്ട സ്കിറ്റുകളിലല്ല ഈ 90 വയസ്സുള്ള ഒരു മധുവിധു എന്നൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഹണി ഒരു ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയുന്ന ആ സാധനത്തിലേക്ക് അവിടെ ഒരു അഭിനയത്തിന്റെ എലമെന്റുകളുണ്ട്. അത്തരത്തിലുള്ള ഒരു ട്രാക്ക് സ്വീകരിച്ച് അതുകൊണ്ട് തന്നെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അറിഞ്ഞ യാതൊരു സംശയമില്ല. കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അഭിനയിക്കാനുള്ള കഴിവുകൾ എനിക്ക് എല്ലാവർക്കും കിട്ടുന്ന സാധനമൊന്നും അല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിരിപ്പിക്കാനുള്ള കഴിവ്, ചിന്തിപ്പിക്കാനുള്ള കഴിവ്, അത് രണ്ടും ഉണ്ട്. അതുപോലെ അഭിനയത്തിലും കഴിവ് തെളിയിക്കാനുള്ള എല്ലാ അവസരങ്ങളും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പം നന്ദി മാത്രമേ ഉള്ളൂ. ഇത് നന്ദി മാത്രമേ